ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ക്രിസിൽ. ഇന്ത്യൻ പ്രീമിയർ ലീഗിൽ ഇന്ന് ഡബിൾ ഹെഡറാണ്. അതിലെ ആദ്യ മത്സരത്തിൽ പഞ്ചാബ് കിങ്സ് രാജസ്ഥാൻ റോയൽസുമായിട്ട് ഏറ്റുമുട്ടിക്കൊണ്ടിരിക്കുകയാണ്. രണ്ടാമത്തെ മത്സരത്തിൽ ഇന്ന് ഡൽഹിയിലെ അരുൺ ജെയ്റ്റ്ലി സ്റ്റേഡിയത്തിൽ ഡൽഹി ക്യാപിറ്റൽസ് ഗുജറാത്ത് ടൈറ്റൻസിനെ നേരിടുകയാണ്. ഗുജറാത്ത് ടൈറ്റൻസ് പോയിന്റ് ടേബിളിൽ ഏറ്റവും മുകളിൽ നിൽക്കുന്ന ടീമുകളിൽ ഒന്നാണെങ്കിൽ ഡൽഹി ക്യാപിറ്റൽസ് ഒരു 5ാമത്തെ പൊസിഷനിലാണ് നിൽക്കുന്നത്. അതുകൊണ്ട് തന്നെ ഡൽഹി ക്യാപിറ്റൽസിനെ സംബന്ധിച്ചിടത്തോളം ഇനിയുള്ള എല്ലാ മാച്ചുകളും ക്രൂഷ്യലാണ്. അവർക്ക് മിനിമം 2 മത്സരങ്ങളിലും ജയിച്ചാൽ മാത്രമാണ് ഈ ഒരു ടോപ്പ് 4ലേക്ക് യോഗ്യത നേടാനായിട്ട് സാധിക്കുകയുള്ളൂ. ഇനീഷ്യലി ഈ ടൂർണമെന്റിന്റെ തുടക്കത്തിൽ ഏറ്റവും മികച്ച ഒരു പ്രകടനം കാഴ്ചവെച്ച ടീമാണ് ഡൽഹി ക്യാപിറ്റൽസ്. അതിനുശേഷം ആ ഒരു വേണ്ട വിധത്തിലുള്ള ഒരു പെർഫോമൻസ് കാഴ്ചവെക്കാനായിട്ട് അവർക്ക് സാധിച്ചിട്ടുള്ള, അവർക്ക് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു തോൽവി അവർ വഴങ്ങിയത് മുംബൈ ഇന്ത്യൻസുമായിട്ടായിരുന്നു. ആ മത്സരം അവർ ജയിച്ച ഒരു മത്സരമായിരുന്നു, പക്ഷെ അവിടെ നിന്നിട്ട് അവർക്ക് അത് നഷ്ടപ്പെടുകയായിരുന്നു. അതിനുശേഷമാണ് ഡൽഹി ക്യാപിറ്റൽസ് പോയിന്റ് ടേബിൾ താഴേക്ക് പോയതും ആ മത്സരത്തിലെ ജയത്തോടു കൂടിയാണ് മുംബൈ ഇന്ത്യൻസ് ഈ പോയിന്റ് ടേബിളിൽ മുകളിലേക്ക് എത്തിപ്പെടാനായിട്ട് തുടങ്ങിയതും അവിടെ നിന്നിട്ടാണ്. ഏതായാലും ഇന്നത്തെ മത്സരത്തിലേക്ക് വരുമ്പോൾ, ഇന്നത്തെ മത്സരം നടക്കാൻ പോകുന്നത് ഡൽഹിയിലെ അരുൺ ജെയ്റ്റ്ലി സ്റ്റേഡിയത്തിലാണ് എന്ന് ഞാൻ പറഞ്ഞു. ആ ഒരു സ്റ്റേഡിയത്തിന്റെ പ്രത്യേകത എന്ന് പറയുന്നത് ഒരു ചെറിയ സ്റ്റേഡിയമാണ്, ചെറിയ ഗ്രൗണ്ടാണ്. അതുകൊണ്ട് തന്നെ ഒരുപാട് റൺസ് വരുന്ന ഒരു ഗ്രൗണ്ടാണ് അരുൺ ജെയ്റ്റ്ലി സ്റ്റേഡിയത്തിലേത്. നല്ല ഒരു പിച്ചാണ് സാധാരണയായിട്ട് അവിടെ കണ്ടുവരാറുള്ളത്. മുന്നേയുള്ള മത്സരങ്ങളിലൊക്കെ നമ്മൾ നോക്കുകയാണെങ്കിൽ ഒരുപാട് നല്ല സ്കോറുകൾ വരുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട്. നേരത്തെ ഒരു 2 കൊല്ലം മുമ്പുള്ള പിച്ച് എന്ന് പറഞ്ഞാൽ സ്പിന്നർമാർക്ക് അനുകൂലമായിരുന്നു എങ്കിൽ എനിക്ക് തോന്നുന്നത് 2023 ഒരു ഏകദിന ലോകകപ്പിന്റെ സമയത്ത് എല്ലാ സ്റ്റേഡിയങ്ങളിലെയും പിച്ച് നല്ലപോലെ റിലേ ചെയ്തിരുന്നു. ആ ഒരു റിലേ ചെയ്ത സമയത്താണ് ഈ പിച്ച് നല്ല ഒരു കണ്ടീഷൻസിലേക്ക് എത്തിയതും പിന്നീട് നല്ലൊരു ബാറ്റിംഗ് ട്രാക്ക് ആയിട്ട് അറിയപ്പെടാൻ തുടങ്ങിയതും എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ ഇന്നത്തെ മത്സരത്തിലും അതുതന്നെയായിരിക്കും, ഒരു ഹൈ സ്കോറിംഗ് മത്സരമായിരിക്കും എന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. അങ്ങനെ ആയിരിക്കാനുള്ള സാധ്യതയാണ് കൂടുതലായിട്ട് കാണുന്നത്. ഏതായാലും ഈ ഒരു മത്സരത്തിൽ ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് ഇരു ടീമുകളുടെയും ഒരു പ്രോബബിൾ പ്ലേയിങ് 11 എങ്ങനെയായിരിക്കും എന്നുള്ളതാണ്. ഗുജറാത്ത് ടൈറ്റൻസിന്റെ നിരയിലേക്ക് വരുമ്പോൾ സായ് സുദർശനും ശുഭ്മാൻ ഗില്ലും മികച്ച ഫോമിലാണ്. രണ്ടുപേരും നല്ല തുടക്കമാണ് അവർക്ക് നൽകിക്കൊണ്ടിരിക്കുന്നത്. രണ്ടുപേരും ചേർന്നുള്ള ഒരു തുടക്കവും ആ 3ാമത്തെ പൊസിഷനിൽ ജോസ് ബട്ട്ലർ നൽകുന്ന ഒരു മികച്ച ബാറ്റിംഗ് പ്രകടനവും, ഇതാണ് അവരുടെ ഏറ്റവും വലിയ ഒരു മുതൽക്കൂട്ടായിട്ട് ഞാൻ കാണുന്ന കാര്യം എന്ന് പറയുന്നത്. കാരണം ഈ 3 ബാറ്റർമാർ, സായ് സുദർശൻ, ശുഭ്മാൻ ഗിൽ, ജോസ് ബട്ട്ലർ, ഇവരുടെ 3 പേരുടെയും ഫോമാണ് അവരെ മുന്നോട്ട് നയിക്കുന്നതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഘടകമെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. പക്ഷേ ഈ പ്ലേ ഓഫ് മത്സരങ്ങൾ മാത്രമേ, ആ ഒരു സമയം വരെ മാത്രമേ ജോസ് ബട്ട്ലറിന് കളിക്കാനായിട്ട് സാധിക്കുകയുള്ളൂ. അത് കഴിഞ്ഞാൽ അദ്ദേഹത്തിന് ഇംഗ്ലണ്ടിന്റെ നാഷണൽ ഡ്യൂട്ടിക്ക് പോകേണ്ടതുള്ളത് കൊണ്ട് തന്നെ ഈ ഒരു 2 മത്സരങ്ങൾ കളിച്ചതിന് ശേഷം അദ്ദേഹം തിരിച്ചു നാട്ടിലേക്ക് പോകുമെന്നാണ് അറിയാനായിട്ട് സാധിക്കുന്നത്. അപ്പോഴും സായ് സുദർശന്റെയും ശുഭ്മാൻ ഗില്ലിന്റെയും ഫോമാണ് അവിടെ മികച്ചു നിൽക്കുന്നത് എന്നുള്ളതാണ്. ഇനി നമ്പർ 4 പൊസിഷനിലേക്ക് വരുമ്പോൾ അവിടെ വാഷിംഗ്ടൺ സുന്ദർ ആയിരിക്കും. അതല്ലെങ്കിൽ റുദർഫോർഡിനെയും ആ ഒരു പൊസിഷനിൽ കളിപ്പിക്കാനുള്ള സാധ്യതയുണ്ട് എന്ന് ഞാൻ കരുതുന്നു. ഇനി നമ്പർ 5 പൊസിഷനിലേക്ക് വരുമ്പോൾ ഷാരൂഖ് ഖാൻ നല്ല ഒരു ബാറ്റിംഗ് പ്രകടനം കാഴ്ചവെക്കാനാണ് അദ്ദേഹത്തിന് ഇതുവരെ സാധിച്ചിട്ടില്ല. കാരണം അതിനുവേണ്ട ഒരു അവസരം അദ്ദേഹത്തിന് ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ്. നമ്പർ 6 പൊസിഷനിലേക്ക് വരുമ്പോൾ അവരുടെ ഫിനിഷർ ആയിട്ടുള്ള രാഹുൽ തവാട്ടിയാണ്. എപ്പോഴും നല്ല ഫിനിഷിംഗ് പാടവം കാഴ്ചവെക്കുന്ന ഒരു താരമാണ്. നമ്പർ 7 പൊസിഷനിൽ ലോകോത്തര സ്പിന്നർ ആയിട്ടുള്ള റാഷിദ് ഖാൻ ആണെങ്കിൽ നമ്പർ 8 പൊസിഷനിൽ സായ് കിഷോർ ആണ്. ഈ ടൂർണമെന്റിൽ ഉടനീളം മികച്ച പ്രകടനമാണ് സായ് കിഷോർ കാഴ്ചവെച്ചുകൊണ്ടിരിക്കുന്നത്. നമ്പർ 9 പൊസിഷനിലാണ് അവരുടെ തുറുപ്പ് ചീട്ടായിട്ടുള്ള പ്രസിദ്ധ് കൃഷ്ണ. ഈ ഒരു ടൂർണമെന്റിൽ ഏറ്റവും മികച്ച പ്രകടനം കാഴ്ചവെക്കുന്ന ഫാസ്റ്റ് ബോളർമാരിൽ ഒരാളാണ് പ്രസിദ്ധ് കൃഷ്ണ എന്ന് നമുക്കറിയാം. അദ്ദേഹം ഇങ്ങനെ ഒരു പ്രകടനം കാഴ്ചവെക്കുമെന്ന് ആരും തന്നെ പ്രതീക്ഷിച്ചതല്ല. അതുപോലെ തന്നെ നമ്പർ 10 പൊസിഷനിലേക്ക് വരുമ്പോൾ മുഹമ്മദ് സിറാജും മികച്ച ഫോമിലാണ്. നല്ലപോലെ ബോൾ സ്വിംഗ് ചെയ്യിക്കാൻ പറ്റുന്ന ഒരു ബൗളറാണ് മുഹമ്മദ് സിറാജ്. നമ്പർ 11 പൊസിഷനിലേക്ക് വരുമ്പോൾ അവിടെ റബാദ കളിക്കുമോ എന്നുള്ളതാണ് ഒരു ചോദ്യം. അല്ലെങ്കിൽ വേണമെങ്കിൽ കോട്സിയ, ഈ 2 പേരിൽ ആരെങ്കിലും ഒരാളായിരിക്കും കളിക്കുക എന്നാണ് കരുതപ്പെടുന്നത്. റബാദ തിരിച്ചു വന്നിരിക്കുന്നു, അദ്ദേഹം കളിക്കുമെന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം. ഇനി നമ്പർ 12 പൊസിഷൻ, അതായത് ഒരു ഇമ്പാക്ട് സബായിട്ട് അവർ ഇഷാന്ത് ശർമ്മയെ യൂസ് ചെയ്യാനുള്ള സാധ്യതയും ഞാൻ കാണുന്നുണ്ട്. ഇതാണ് അവരുടെ ഒരു പ്രോബബിൾ പ്ലേയിങ് 11 എന്ന് പറയുന്നത്. അവർക്ക് ഈ മത്സരത്തിൽ വലിയ കുഴപ്പമില്ല, കാരണം ജോസ് ബട്ട്ലർ കളിക്കുന്നത് കൊണ്ട് തന്നെ അവർക്ക് വലിയ പ്രശ്നങ്ങൾ ഉണ്ടാവാനുള്ള സാധ്യതയില്ല എന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. ഡൽഹി ക്യാപിറ്റൽസിന്റെ നിരയിലേക്ക് വരുമ്പോൾ KL രാഹുൽ ആയിരിക്കും ഈ മത്സരത്തിൽ ഓപ്പണിംഗ് സ്ലോട്ടിൽ ഉണ്ടാവുക. അദ്ദേഹം തിരിച്ചു വന്നപ്പോൾ മുതൽ ആ ഒരു പൊസിഷനിലായിരുന്നു അദ്ദേഹത്തിനെ കളിപ്പിക്കേണ്ടത് എന്നുള്ള അഭിപ്രായക്കാരനാണ് ഞാൻ. ഇനി നമ്പർ 2 പൊസിഷൻ, അതായത് ഓപ്പണിംഗ് സ്ലോട്ടിൽ മറ്റൊരാൾ എന്ന് പറയുന്നത് ഫാഫ് ഡുപ്ലസി ആണ്. ചില മത്സരങ്ങളിൽ നല്ല പ്രകടനങ്ങൾ കാഴ്ചവെക്കാനായിട്ട് ഫാഫ് ഡുപ്ലസിക്ക് സാധിക്കുന്നുണ്ട്. നമ്പർ 3 പൊസിഷനിലേക്ക് വരുമ്പോൾ അഭിഷേക് പോറലാണ്. അഭിഷേക് പോറലും നല്ല പ്രകടനങ്ങൾ കാഴ്ചവെക്കുന്നുണ്ടെങ്കിലും അതെല്ലാം ചെറിയ സ്കോറുകളാണ്. 30ഉം 40ഉം റൺസാണ് അദ്ദേഹത്തിന് പെട്ടെന്ന് നേടാൻ സാധിക്കുന്നുണ്ടെങ്കിലും ചെറിയ സ്കോറുകളാണ് അദ്ദേഹം നേടുന്നത് എന്നുള്ളൊരു കുഴപ്പമുണ്ട്. നമ്പർ 4 പൊസിഷനിൽ സൗത്ത് ആഫ്രിക്കൻ ബാറ്ററായുള്ള ക്രിസ്റ്റൻ സ്റ്റബ്സ് ആണ്. നല്ല ഒരു ബാറ്ററാണെന്ന് നമുക്കറിയാം, നല്ലൊരു ഫിനിഷറാണ്, ആക്രമിച്ച് കളിക്കാൻ കഴിയുന്ന ഒരു താരമാണ്. നമ്പർ 5 പൊസിഷനിൽ അശുതോഷ് ശർമ്മ, അവരുടെ ഇമ്പാക്ട് സബാണ്. അദ്ദേഹം ഇമ്പാക്റ്റ് ആയിട്ടാണ് എപ്പോഴും ഇറക്കാറുള്ളത്. നമ്പർ 5 പൊസിഷനിലാണ് അദ്ദേഹത്തിനെ ഞാൻ കാണുന്നത്. നമ്പർ 6 പൊസിഷനിലേക്ക് വരുമ്പോൾ ഓൾറൗണ്ടർ ആയിട്ടുള്ള അക്സർ പട്ടേലാണ്, ക്യാപ്റ്റനാണ്. ബോൾ കൊണ്ടും ബാറ്റ്
കൊണ്ടും മികച്ച പ്രകടനങ്ങളാണ് അക്ഷർ പട്ടേൽ കാഴ്ചവെച്ചുകൊണ്ടിരിക്കുന്നത്. ബാറ്റ് കൊണ്ടുള്ള പ്രകടനങ്ങൾ പലപ്പോഴും ഞാൻ പറഞ്ഞതുപോലെ 30-40 റൺസൊക്കെയാണ്. അത് വലിയ സ്കോറിലേക്ക് എത്തിക്കാനായിട്ട് സാധിക്കുന്ന ഒരു താരമാണ്, കുറച്ചും കൂടെ ഒന്ന് ഫോക്കസ് ചെയ്യുകയാണെങ്കിൽ എന്നുള്ളതാണ്. ഏതായാലും നമ്പർ 7 പൊസിഷനിലേക്ക് വരുമ്പോൾ വിപ്രജ് നിഗം ബോൾ കൊണ്ടും ബാറ്റ് കൊണ്ടും നല്ല പ്രകടനങ്ങൾ, എസ്പെഷ്യലി ബാറ്റ് കൊണ്ട് നല്ല പ്രകടനങ്ങൾ കാഴ്ചവെക്കുന്ന ഒരു താരമാണ് വിപ്രജ് നിഗം. നമ്പർ 8 പൊസിഷനിൽ കുൽദീപ് യാദവ് ആണ്. കുൽദീപ് യാദവിന്റെ ഒരു വിക്കറ്റ് ടേക്കിംഗ് എബിലിറ്റി, അതാണ് ആദ്യ കുറേ മത്സരങ്ങൾ അവർ ജയിക്കാനുള്ള പ്രധാനപ്പെട്ട കാരണമായിട്ട് ഞാൻ കാണുന്നത്. നമ്പർ 9 പൊസിഷനിലേക്ക് വരുമ്പോൾ മുസ്താഫിസുർ റഹ്മാൻ ആയിരിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു. മിച്ചൽ സ്റ്റാർക്കാണ് ആ പൊസിഷനിൽ ഉണ്ടായിരുന്നത്, അദ്ദേഹം തിരിച്ചു വന്നിട്ടില്ല. അതുകൊണ്ട് തന്നെ മുസ്താഫിസുർ റഹ്മാനെ അവർ സൈൻ ചെയ്തിട്ടുണ്ട്, അദ്ദേഹം കളിക്കുമെന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം. നമ്പർ 10 പൊസിഷനിലേക്ക് വരുമ്പോൾ ശ്രീലങ്കൻ പേസറായിട്ടുള്ള ദുഷ്മന്ത ചമീര, നല്ല ബോളിംഗ് പ്രകടനം കാഴ്ചവെക്കാൻ സാധിക്കുന്ന, ഡെത്ത് ഓവേഴ്സിൽ നല്ലപോലെ എറിയാൻ സാധിക്കുന്ന ഒരു ബൗളറാണ് ദുഷ്മന്ത ചമീര. നമ്പർ 11 പൊസിഷനിൽ ടി നടരാജനും അതുപോലെ തന്നെ ആദ്യ കുറേ മത്സരങ്ങൾ അദ്ദേഹം പരിക്കിന്റെ പിടിയിലായതുകൊണ്ട് കളിച്ചിരുന്നില്ല. ഇപ്പോൾ ഈ ഒരു ടൂർണമെന്റിലേക്ക് തിരിച്ചെത്തിയിരിക്കുന്നു. അദ്ദേഹത്തിന്റെ ഒരു ബൗളിംഗ് പ്രകടനം അവർക്ക് വളരെ ക്രൂഷ്യൽ ആണെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. ഇനി അവരുടെ ഇമ്പാക്ട് സബായിട്ട് ബോളിംഗിലാണെങ്കിൽ അവർ മുകേഷ് കുമാറിനെ ആയിരിക്കും യൂസ് ചെയ്യുക എന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. അഥവാ ബാറ്റിംഗിലാണെങ്കിൽ അവർക്ക് സമീർ റിസ്വിയെ യൂസ് ചെയ്യാനായിട്ട് സാധിക്കും, അതല്ലെങ്കിൽ കരുൺ നായരെ ഉപയോഗിക്കാനും അവർക്ക് സാധിക്കുമെന്നുള്ളത് കൊണ്ട് തന്നെ ബാറ്റിംഗിലും ബോളിംഗിലും നല്ല ഒരു ഡെപ്താണ് അവർക്കുള്ളത് എന്നുള്ളതാണ്. ഇനി നമ്മൾ ഇരു ടീമുകളുടെയും ഒരു ശക്തിയും ദൗർബല്യവും പരിശോധിക്കുകയാണെങ്കിൽ ഞാൻ പറഞ്ഞതുപോലെ തന്നെ ഗുജറാത്ത് ടൈറ്റൻസിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ശക്തി എന്ന് പറയുന്നത് അവരുടെ ആദ്യത്തെ 3 ബാറ്റർമാരുടെ ഒരു പ്രഹരശേഷിയാണ്. പക്ഷേ അതിനുശേഷം വരുന്ന ബാറ്റർമാർക്ക് വലിയ അവസരങ്ങൾ ലഭിച്ചിട്ടില്ല എന്നുള്ളതും മിഡിൽ ഓർഡറിൽ അത്ര നല്ല പ്ലേയേഴ്സ് ഇല്ല എന്നുള്ളതുമാണ് ഒരു വീക്ക്നെസ് ആയിട്ട് കണക്കാക്കുന്നത്. അതുകൊണ്ട് തന്നെ ജോസ് ബട്ട്ലർ ഈ ഒരു ടൂർണമെന്റിൽ നിന്ന് പിന്മാറുമ്പോൾ അവരുടെ പ്രകടനം എങ്ങനെയായിരിക്കും എന്നുള്ളത് കാത്തിരിക്കുകയാണ്. അതുപോലെ തന്നെ മറ്റൊരു ശക്തി എന്ന് പറയുന്നത് പ്രസിദ്ധ് കൃഷ്ണയുടെയും മുഹമ്മദ് സിറാജിന്റെയും ബൗളിംഗ് ആണെന്ന് പറയാതിരിക്കാനാവില്ല. കാരണം അത്ര മികച്ച രീതിയിലാണ് അവർ ബോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. പ്രസിദ്ധ് കൃഷ്ണയും മുഹമ്മദ് സിറാജും ഫാസ്റ്റ് ബോളിംഗ് ഡിപ്പാർട്ട്മെന്റിൽ അവർ മികച്ച പ്രകടനം കാഴ്ചവെക്കുമ്പോൾ സായ് കിഷോർ വളരെ മികച്ച രീതിയിലാണ് സ്പിൻ ഡിപ്പാർട്ട്മെന്റ് കൈകാര്യം ചെയ്തത്. റഷീദ് ഖാനെ പ്രതീക്ഷിച്ച ഒരു ലെവലിലേക്ക് ഉയരാനായിട്ട് സാധിക്കുന്നില്ലെങ്കിലും സായ് കിഷോറിന് നല്ല സപ്പോർട്ട് കൊടുക്കാൻ അദ്ദേഹത്തിന് സാധിക്കുന്നുണ്ട് എന്നുള്ളതാണ്. ഇനി ഡൽഹി ക്യാപിറ്റൽസിന്റെ നിരയിലേക്ക് വരുമ്പോൾ ആദ്യ കുറേ മത്സരങ്ങൾ അടുപ്പിച്ച് ജയിച്ചതിന് ശേഷമാണ് അവർ പരാജയം കണ്ടു തുടങ്ങിയത്. പക്ഷെ അതിനുശേഷം വീണ്ടും ആ ഒരു ഗ്രൂവിലേക്ക് വരാനായിട്ട് അവർക്ക് സാധിച്ചിട്ടുള്ള കുറേ ഏരിയാസിൽ അവർ ഇമ്പ്രൂവ് ചെയ്യാനുണ്ട് എന്നുള്ളതാണ്. എസ്പെഷ്യലി അവരുടെ ബൗളിംഗ് ഡിപ്പാർട്ട്മെന്റിൽ അവർക്ക് കുറേ കാര്യങ്ങൾ ചെയ്യേണ്ടതായിട്ടുണ്ട്. അതിൽ ഏറ്റവും വലിയ ഒരു പ്രശ്നം എന്ന് പറയുന്നത് കുൽദീപ് യാദവിനെ വിക്കറ്റ് എടുക്കാൻ കഴിയുന്നില്ല എന്നുള്ളതാണ് കഴിഞ്ഞ കുറച്ച് മത്സരങ്ങളായിട്ട് അവരെ പിന്നോട്ടടിക്കുന്ന കാര്യമെന്നാണ് ഞാൻ കരുതുന്നത്. ഏതായാലും ഇനി നമ്മുടെ അവസാനത്തെ സെഗ്മെന്റ് ആയിട്ടുള്ള ഫാന്റസി പിക്കിലേക്ക് പോവുകയാണ്. നമ്മുടെ ഫാന്റസി പിക്കിൽ സായ് സുദർശനെയാണ് ആദ്യം തന്നെ എടുക്കുന്നത്. അദ്ദേഹത്തിനെ തന്നെയാണ് ഞാൻ ഈ ടീമിന്റെ ഒരു വൈസ് ക്യാപ്റ്റനായിട്ട് വെച്ചിരിക്കുന്നത്. എല്ലാ മത്സരങ്ങളിലും റൺസ് നേടുന്നതുകൊണ്ടാണ് അദ്ദേഹത്തിനെ എടുത്തിരിക്കുന്നത്. ശുഭ്മാൻ ഗില്ലിനെയും ഞാൻ എടുക്കുകയാണ്, നല്ലൊരു ബാറ്റിംഗ് ട്രാക്ക് ആയിരിക്കും എന്നുള്ള പ്രതീക്ഷയിൽ. ജോസ് ബട്ട്ലറിനെയും ഞാൻ ഈ ഒരു ടീമിലേക്ക് സെലക്ട് ചെയ്തിട്ടുണ്ട്. റഷീദ് ഖാനെ ഞാൻ ഡെഫിനറ്റ് ആയിട്ടും എടുക്കും. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അദ്ദേഹം എപ്പോഴും വിക്കറ്റ് എടുക്കാൻ പറ്റുന്ന ഒരു ബോളറാണ്. സായ് കിഷോറിനെയും പ്രസിദ്ധ് കൃഷ്ണയെയും ഞാൻ എടുക്കുകയാണ്. സായ് കിഷോറും പ്രസിദ്ധ് കൃഷ്ണയും ഈ വർഷം മികച്ച ഫോമിലാണ് എന്നുള്ളതാണ് ഈ രണ്ടുപേരെയും സെലക്ട് ചെയ്യാനുള്ള ഒരു പ്രധാനപ്പെട്ട കാരണമായി ഞാൻ എടുക്കുന്നത്. അതുപോലെ തന്നെ ഡൽഹി ക്യാപിറ്റൽസിന്റെ നിരയിലേക്ക് വരുമ്പോൾ KL രാഹുലിനെ ഉൾപ്പെടുത്തുകയാണ്. ഈ ഒരു മത്സരത്തിൽ അദ്ദേഹം റൺസ് നേടുമെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. ക്രിസ്റ്റൻ സ്റ്റബ്സിനെ എടുക്കുന്നു. നല്ലൊരു ഫോമിലാണ് സ്റ്റബ്സ് കളിച്ചുകൊണ്ടിരിക്കുന്നത്. അതുപോലെ തന്നെ അക്ഷർ പട്ടേലിനെ എടുക്കാതിരിക്കാനാവില്ല, കാരണം ബാറ്റ് കൊണ്ടും ബോൾ കൊണ്ടും മികച്ച പ്രകടനങ്ങൾ കാഴ്ചവെക്കുന്നതുകൊണ്ട് അക്ഷർ പട്ടേലിനെ എടുക്കുകയാണ്. അദ്ദേഹത്തിനെയാണ് ഞാൻ ഈ ടീമിന്റെ ഒരു ക്യാപ്റ്റനായിട്ട് വെച്ചിരിക്കുന്നത്. ഇനി കുൽദീപ് യാദവിനെ എടുക്കുകയാണ്. ഈ ഒരു മത്സരം മുതൽ വീണ്ടും വിക്കറ്റ് ടേക്കിംഗ് ബൗളറായിട്ട് മാറാനായിട്ട് കുൽദീപ് യാദവിന് സാധിക്കുമെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. അതുകൊണ്ട് അദ്ദേഹത്തിനെയും എടുക്കുകയാണ്. ടി നടരാജനെയും ഞാൻ ഉൾപ്പെടുത്തുകയാണ്. കാരണം ടി നടരാജൻ ഈ ഒരു മത്സരത്തിൽ നല്ല പ്രകടനം കാഴ്ചവെച്ചുകൊണ്ട് IPL-ലേക്ക് ഒരു വരവ് അറിയിക്കുമെന്ന് തന്നെയാണ് എൻ്റെ പ്രതീക്ഷ എന്ന് പറയുന്നത്. ഞാൻ ആദ്യം പറഞ്ഞതുപോലെ തന്നെ ഡൽഹിയെ സംബന്ധിച്ചിടത്തോളം ഒരു ഡു ഓർ ഡൈ സിറ്റുവേഷനാണ്. ഈ മത്സരം അവർക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അവർക്ക് 2 മത്സരങ്ങളെങ്കിലും ജയിച്ചാൽ മാത്രമാണ് ടോപ്പ് 4ലേക്ക് എത്താനായിട്ട് സാധിക്കുക. ഗുജറാത്ത് ടൈറ്റൻസിനെ സംബന്ധിച്ചിടത്തോളം ഈ മത്സരം ജയിച്ച് പോയിന്റ് ടേബിളിൽ വീണ്ടും മുകളിലേക്ക് എത്താനായിട്ടായിരിക്കും അവർ ശ്രമിക്കുക. ആ ടോപ്പ് 2-ൽ എത്തുകയാണെങ്കിൽ അതിൻ്റെതായ അഡ്വാൻറ്റേജ് ഉണ്ട് എന്ന് നമുക്കറിയാം. അപ്പോൾ അതുകൊണ്ട് തന്നെ അതിനായിരിക്കും അവരുടെ ശ്രമം എന്നാണ് ഞാൻ കരുതുന്നത്. ഏതായാലും നല്ല ഒരു മത്സരം ആയിരിക്കട്ടെ എന്ന് ആശംസിക്കുകയാണ്. മറ്റു വീഡിയോയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. ബൈ.